ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 2 വർഷത്തോളം പഴക്കമുള്ളൊരു ബോഗൺവില്ല ചെടിയാണ്. ഇത് തുടർച്ചയായിട്ട് മഴവെള്ളം കൊണ്ടതിനെ തുടർന്ന് ഇതിൻ്റെ ഇലകളെല്ലാം പൊഴിഞ്ഞു പോയിരിക്കുകയാണ്. മഴവെള്ളം കൊള്ളാതെ നമ്മൾ മാറ്റി വെച്ചിരുന്നിട്ട് വെള്ളം കൊടുക്കാതിരുന്നാലും ഇതുപോലെ ഇലയെല്ലാം കൊഴിഞ്ഞു പോകും. 2 കേസിലും ഇതിൻ്റെ വേരുകൾക്ക് ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫ്ലവറിങ് സീസൺ ആകുമ്പോഴത്തേക്കും ഇതിനെ ഹെൽത്തി ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ വളം കൊടുക്കണം. സാധാരണ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ ഈ ചെടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വേരുകൾ അത് താങ്ങത്തില്ല. നമുക്ക് NPK കൊടുക്കാം. നമ്മൾ സാധാരണ 1 ലിറ്റർ വെള്ളത്തിൽ 4 ഗ്രാമാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു 1.5 ഗ്രാം മാത്രമേ കൊടുക്കാവുള്ളൂ. കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇതാണ് NPK. നമ്മൾ എടുത്തിരിക്കുന്ന NPK ഇത് ഒരു 1/2 ലിറ്റർ വെള്ളത്തിലേക്ക് എടുത്ത ശേഷം ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മളിനി തണ്ടുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് എക്സോഡക്സ് ആണ്. എക്സോഡക്സ് ഒരു ബയോ സ്റ്റിമുലൻ്റ് ആണ്. ഇതിനകത്ത് സീവീഡ്സ് എക്സ്ട്രാക്റ്റ് ഉണ്ട്, അതായത് നമ്മുടെ കടൽ പായലിൻ്റെ എക്സ്ട്രാക്റ്റ്, അതുപോലെ ഹുമിക് ആസിഡ്, പിന്നെയുള്ളത് മൈക്രോന്യൂട്രിയൻസ് ഉണ്ട്. മൈക്രോന്യൂട്രിയൻസിലുള്ള അയണും സിങ്കും മഗ്നീഷ്യം ഒക്കെ നമ്മുടെ ചെടിയെ റിക്കവറിക്ക് സഹായിക്കുന്നതാണ്. ഇത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചാണ്, ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. നമ്മൾ വളക്കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതല്ല. എല്ലാ ചെടികൾക്കും ഒരുപാട് പ്രയോജനമുള്ളതാണ് എക്സോഡക്സ്. നമ്മൾ റോസിന്, അതുപോലെ തന്നെ ബോഗൺവില്ല, ഏത് ചെടിക്കും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം, ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ്. ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 1 ലിറ്റർ വെള്ളമാണ് നമുക്ക് ആവശ്യമുള്ളത്. 1/2 ലിറ്റർ നല്ല തണുത്ത വെള്ളവും 1/2 ലിറ്റർ സാദാ വെള്ളവുമാണ് എടുക്കേണ്ടത്. രണ്ട് മില്ലി എക്സോഡക്സ് എടുത്ത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക. ഒരു ഡ്രോപ്പ് ലിക്വിഡ് സോപ്പ്. തണ്ടുകളിലെല്ലാം നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. കേടായ ഭാഗങ്ങളുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത ശേഷം അവിടെ നമുക്ക് സാഫ് ചെയ്തു കൊടുക്കാവുന്നതാണ്. അടിക്കേണ്ടത് ഈവനിങ് ടൈമിലാണ്. അതുപോലെ തന്നെ ആഴ്ചയിൽ 1 ദിവസം നമുക്ക് ചെടിക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ്. കേടായ റിക്കവർ ആകാൻ വേണ്ടിയുള്ള ചെടിക്ക് ആഴ്ചയിൽ 1 ദിവസം ചെയ്തു കൊടുക്കാം. ഏതെങ്കിലും നിങ്ങളുടെ ബോഗൺവില്ല ഇതുപോലെ മഞ്ഞ കളറിലായിട്ടുണ്ടോ, പച്ച കളർ മാറിയിട്ട് മഞ്ഞ കളറായിട്ടുണ്ടെങ്കിൽ അതിന് എപ്സം സോൾട്ട് അഥവാ മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കുക. 1.5 ലിറ്റർ വെള്ളത്തിൽ 3/4 ടീസ്പൂണാണ് കൊടുക്കേണ്ടത്. എപ്സം സോൾട്ട് പഞ്ചസാര തരി പോലെ ഇരിക്കും. ഏകദേശം 1.5 ലിറ്റർ വെള്ളത്തിലേക്ക് എടുക്കാം. നമ്മൾ കെമിക്കൽ വളങ്ങൾ കൊടുക്കുമ്പോൾ ഒരിക്കലും അളവ് കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും കുഴപ്പമില്ല. കൂടിപ്പോയാൽ ചെടിക്ക് ദോഷമാണ്. നല്ലതുപോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ചെടിയിൽ ഒഴിച്ചു കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.